നമുക്ക് ഈ ചൂടത്ത് കുളിരേകാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ? നമ്മൾ ഇതിനു മുമ്പ് 2-3 നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും നല്ല അടിപൊളി നാരങ്ങ വെള്ളമാണ് കേട്ടോ. ഇതിലൊരു സീക്രട്ട് ചേരുവയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കസ്കസ് ഒന്ന് കുതിർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 ടേബിൾ സ്പൂൺ കസ്കസാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കസ്കസ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ കസ്കസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കസ്കസ് ഒന്ന് കുതിർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നാരങ്ങ വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ഏലക്കേൻ്റെ കുരു ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക ചേർത്ത് കഴിഞ്ഞാൽ നാരങ്ങ വെള്ളത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇഞ്ചി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഏലക്കയൊക്കെയാണ് നമ്മുടെ നാരങ്ങ വെള്ളം ഒന്ന് അടിപൊളിയാക്കി എടുക്കുന്ന സാധനങ്ങൾ. പിന്നെ ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ്. ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് അടിച്ചെടുക്കാൻ പാകത്തിന്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ സീക്രട്ട് ചേരുവ കേട്ടോ, നന്നാരി സിറപ്പാണ്. അപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നന്നാരി സിറപ്പ് അല്ലെങ്കിൽ നന്നാരി സർബത്തിൻ്റെ സ്ക്വാഷൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള നന്നാരി സിറപ്പ് നല്ല തിക്കാണ്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കണ്ടത് നല്ല പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നന്നാരി സിറപ്പിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ടിട്ടാണ് ഇനി ഇതൊന്ന് നല്ല പോലെ അടിച്ചെടുക്കുന്നത്. പിന്നെ ലൂസായിട്ടുള്ള നന്നാരി സിറപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുക കേട്ടോ. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് വേണം നന്നാരി സിറപ്പ് എടുക്കാൻ. ഒത്തിരി എടുക്കണ്ട, അപ്പോൾ അതിൻ്റെ കുത്തുണ്ടാവും. നമ്മുടെ ഏലക്കേൻ്റെ ഇഞ്ചീൻ്റെയൊക്കെ തരികൾ കളയാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നല്ല തണുത്ത വെള്ളം വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വലിയ 3 ഗ്ലാസ്സിനാണ് ഇപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കസ്കസ് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബൗളിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളത്തിൽ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ടിടുക കേട്ടോ. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ കീറിയിട്ടിടുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കീറിയിട്ടാണ് ഇടുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ല എരിവൊന്നും ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കീറുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു പച്ചമുളകിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നല്ല എരിവ് വേണമെന്നൊന്നുമില്ല. കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണെങ്കിലും ഗ്ലാസ് എടുത്തിട്ട് ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഈ ചൂടല്ലേ ഇപ്പോൾ, അപ്പോൾ നല്ല കൂളായിട്ട് തന്നെ കുടിക്കാൻ പറ്റും. പിന്നെ ഗ്ലാസിൻ്റെ അടിഭാഗത്ത് കുറച്ച് നന്നാരി സിറപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വീതമാണ് 2 ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ നാരങ്ങ വെള്ളത്തിന്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ മിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ നന്നാരി സിറപ്പ് ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നല്ല ഫ്ലേവറുമാണ് കേട്ടോ. നന്നാരി സിറപ്പിന് നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളൊന്ന് കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.